സാധാരണ ചില വീടുകളിലൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ ആ വീട്ടുകാരൊരു ബാധ്യത പോലെയാണ് കണക്കാക്കുന്നത്. ജീവിതത്തിനിടയിൽ ഈ മനുഷ്യൻ ഭയങ്കരമായിട്ട് മദ്യപിക്കുകയും അയാൾ ഇടയ്ക്ക് വീട്ടിൽ വന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയും ചിലപ്പം ശാരീരികമായി വളരെയധികം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. ഇതിനിടയിൽ ഇവർക്ക് 1-2 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. ഈ സ്ത്രീക്കൊരു ജോലി കിട്ടി. ഇപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ സമ്പാദിക്കുന്ന സമ്പാദ്യം ഒന്നും തന്നെ ഈ സ്ത്രീക്ക് അനുഭവിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല. അവരെല്ലാം തന്നെ ആ വീട്ടിലെ എല്ലാവിധമായ എക്സ്പെൻസും ഈ സ്ത്രീയുടെ മണ്ടയിൽ അടിച്ചേൽപ്പിച്ച് യാതൊരുമായ സാമ്പത്തിക ഭദ്രതയും ഈ സ്ത്രീക്ക് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനോടൊപ്പം തന്നെ ഈ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്ന് ഭയങ്കരമായ മോശമായ പ്രതികരണം. ചില സമയത്തൊക്കെ രാത്രിയിൽ പാതിരാത്രിയിൽ ഈ സ്ത്രീയെയും കുഞ്ഞുങ്ങളെയും വീണ്ടും പുറത്തിറക്കി നിർത്തുക ഇയാൾ. അവർക്കകത്ത് കയറി വരാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെ ഈ സ്ത്രീ എന്ന് ഇവിടെ അപ്പനോട് എന്ന് സംസാരിച്ചു, അപ്പോൾ എനിക്ക് എന്തെങ്കിലും സഹായം നിങ്ങൾ ചെയ്തു തരണം, എനിക്കൊരു ചെറിയൊരു 5 സെൻറ്റ് ഭൂമിയെങ്കിലും എനിക്ക് തരണം, എനിക്കൊരു ചെറിയ വീട് വെച്ച് അവിടെ നിൽക്കാൻ, അഥവാ അതുപോലെ രാത്രി ഇറക്കി വിടുമ്പോൾ ഒന്ന് കയറി താമസിക്കാൻ എനിക്കൊരു വീടെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഈ അപ്പനിത് സമ്മതിച്ചില്ല. നമ്മൾ വിചാരിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള വ്യക്തിയാണ്, നല്ല ഏകദേശം ഒരു 5-6 കോടിക്കും വേണ്ടി ആസ്തിയുള്ള മനുഷ്യനും 8-9 ഏക്കർ വസ്തുവുള്ള മനുഷ്യനാണ് ഒരു 5 സെൻറ്റ് ഭൂമി ഈ സ്ത്രീക്ക് കൊടുക്കാൻ താല്പര്യം കാണിക്കാൻ വെച്ചുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മകളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ചില ആൾക്കാർ ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഒരു ബാധ്യത പോലെ ഇറക്കി അങ്ങ് വിടും. കെട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒന്നും കൊടുക്കണ്ട, അല്ലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി അങ്ങ് കെട്ടിച്ചു വിടുക എന്നുള്ള ചില ആൾക്കാരുടെ ചില പേരൻസിൻ്റെ ഒരു കൺസെപ്റ്റായി പറയും. അവർക്ക് അവരുടെ ചിന്താഗതി അങ്ങനെ. ഈ സ്ത്രീ വളരെയധികം ബുദ്ധിമുട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലേറ്റവും സൂത്രധാരണം എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ അമ്മയാണ്. ഈ സ്ത്രീയുടെ അമ്മയാണ് ഈ അപ്പനെ നിയന്ത്രിക്കുന്നതും. ഇവർക്കൊരു അനിയൻ പയ്യനുണ്ട്. ആ അനിയൻ പയ്യൻ എല്ലാം കൊടുക്കണം, പൈസ വസ്തു എല്ലാം അവന് കിട്ടണം എന്നൊരു ചിന്ത മാത്രമേ ഈ അമ്മയ്ക്കുള്ളൂ. അപ്പോൾ അമ്മ പറയുന്നതിനപ്പുറത്തായിട്ട് അപ്പ ചെയ്യത്തുമില്ല. അപ്പോൾ ഈ പെൺകുട്ടി അങ്ങ് വളരെയധികം വിഷമിച്ചു ജോലി പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ജോലിയിൽ നിന്ന് ഇവർക്കൊരിച്ചിരി ലോൺ എടുത്തിട്ട് ഇവരൊരു വീട് കണ്ടു, ഒരു വീട് മേടിക്കാമെന്ന് കരുതി, ഒരു അസറ്റ് പോലെ. അപ്പോൾ അങ്ങനെ ഭർത്താവിനോട് ഇവർ പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു വീട് നമുക്ക് മേടിക്കാം, ഒരു അസറ്റായിട്ട് കിടക്കട്ടെ, മക്കളൊക്കെ ഉള്ളതല്ലേ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊക്കെ വേണമെങ്കിൽ സാമ്പത്തിക ഭദ്രത ആട്ടെന്ന് കരുതിയിട്ട്. അപ്പോൾ ഏകദേശം ഈ ഭർത്താവ് അതിനോടൊരു യോജിക്കുകയും ചെയ്തു. പക്ഷേങ്കിൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് സ്വന്തം വീട്ടിലെ അപ്പനോടും അമ്മയോട് ഈ കാര്യം പറയുകയും അപ്പനും അമ്മയും എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭർത്താവിനോട് പോയിട്ട് പറഞ്ഞു, നീ ആ വീട് മേടിക്കാൻ ഇവരെ സമ്മതിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കയ്യിൽ നിന്ന് അവളുടെ കൺട്രോൾ ഫുള്ള് പോകും, പിന്നെ നീ പറയുന്ന ഒന്നും അവളെ കേൾക്കില്ല. അങ്ങനെ ഭർത്താവിനെ ബ്രെയിൻ വാഷ് ചെയ്ത്, സ്വന്തം അപ്പനാണ് മരുമോനെ ബ്രെയിൻ വാഷ് ചെയ്ത്, അല്ലെ അമ്മയും കൂടെ ചേർന്ന് മരുമോനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സ്ത്രീയും കൊണ്ട് വീട് മേടിപ്പിച്ചില്ല. നമ്മളുടെ വീട്ടിലൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്കറിയാവുന്ന പല വീടുകളിലും ഇങ്ങനത്തെ ആൾക്കാരുണ്ട്. പലപ്പോഴും ഈ ആത്മഹത്യ പറഞ്ഞാൽ എല്ലാവരുടെയും കയ്യിൽ നിന്നുള്ള ഒരു പിടിവള്ളി പോയി കഴിയുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് ആൾക്കാർ ചിന്തിക്കുന്നു. നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത്. താങ്ക് യു.